നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമബംഗാൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പശ്ചിമബംഗാൾ. മമതാ ബാനർജിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. നിരന്തരം കേന്ദ്ര സർക്കാരുമായി സംഘർഷത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് മമതാ ബാനർജി. അതുപോലെ തന്നെ അവരുടെ പാർട്ടിയും. കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാളിയായിട്ടുള്ള ഗവർണറാണ് സി വി ആനന്ദബോസ് എന്ന വ്യക്തിയാണ് അവിടുത്തെ ഗവർണർ. ആ ഗവർണറെ സ്ത്രീ പീഡനത്തിൽ പോലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാജ കേസ് കെട്ടിച്ചമയ്ക്കാൻ പോലും മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് TMC. ആ TMCയുടെ മമതാ ബാനർജിയും മോശമൊന്നുമല്ല. അവർ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരുമായിട്ട് ഉരസലുകൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സംഘർഷത്തിലാണ്. മാത്രമല്ല, ആ സംസ്ഥാനത്ത് പ്രത്യേക ഭരണ രീതിയാണ് എന്ന തരത്തിൽ പോലുമാണ് അവരും അവരുടെ പാർട്ടിയും പലപ്പോഴും പെരുമാറാറുള്ളത്. നമുക്കറിയാം, ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും, അത് നിയമസഭയിലെ തിരഞ്ഞെടുപ്പാവട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പാവട്ടെ, അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഈ തൃണമൂൽ കോൺഗ്രസ്. അവിടെ സാധ്യമാവുന്ന എല്ലാ അവസരത്തിലും ഗവർണറെ നിഷേധിക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നിഷേധിക്കാനോ ഒക്കെ മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇതാ പുതിയ ഒരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന്. അത് മറ്റൊന്നുമല്ല, ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു എന്നതാണ്. അവിടെ പുതിയതായിട്ടുള്ള MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിൽ സ്പീക്കർക്ക് മുൻപാകെയാണ് അവർ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത്. സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഗവർണർക്ക് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഗവർണർ ആരെയാണോ ചുമതലപ്പെടുത്തുന്നത് ആ വ്യക്തിയായിരിക്കണം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. അവരുടെ മുന്നിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെല്ലാവൂ. എന്നാൽ ഇവിടെ ഗവർണറെ ധിക്കരിച്ചുകൊണ്ട് സ്പീക്കർക്ക് മുൻപാകെ ഈ മമതാ ബാനർജിയുടെ സർക്കാർ ഈ MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുകയാണ്. പുതിയ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തത് സ്പീക്കർക്ക് മുൻപാകെ. ബംഗാളിൽ നടന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ഗവർണർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പുതിയ MLA മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത പശ്ചിമബംഗാൾ നിയമസഭാ സ്പീക്കറുടെ നടപടി അങ്ങനെ വിവാദമാകുകയാണ്. നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ ഇതിനകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ ഗവർണർ CV ആനന്ദബോസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചും കഴിഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 2 MLA മാരുടെ സത്യപ്രതിജ്ഞയാണ് വിവാദത്തിലായത്. സ്പീക്കർ ബിമൻ ബാനർജിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. എന്നാൽ ഗവർണർ ഇതിനായി ചുമതലപ്പെടുത്തിയത് ഡെപ്യൂട്ടി സ്പീക്കർ ആശിഷ് ബാനർജിയാണ്. സ്പീക്കറുടെ നടപടി ഭരണഘടനാപരമായി അനുചിതമാണെന്ന് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ ഗവർണർ CV ആനന്ദബോസ് ചൂണ്ടിക്കാട്ടി. ഭഗ്വങ്കോല MLA റയാദ് ഹുസൈൻ സർക്കാർ, ബാരാനഗർ MLA സയന്തിക ബാനർജി എന്നിവർക്കാണ് സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പുതുതായി നിയമസഭയിലെത്തുന്ന അംഗങ്ങൾ ഗവർണർക്ക് മുൻപാകെയോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആൾ മുൻപാകെയോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്നാണ് ആർട്ടിക്കിൾ 188 പറയുന്നത്. ഇതിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് സ്പീക്കറുടെ നടപടിയെന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ആശിഷ് ബാനർജിയെ ക്ഷണിച്ചെങ്കിലും സ്പീക്കറുടെ മുൻപിൽ വെച്ച് താൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു നിലപാട്. തുടർന്നാണ് സ്പീക്കർ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സത്യപ്രതിജ്ഞയുടെ വേദിയെ ചൊല്ലി ഉൾപ്പെടെ പുതിയ അംഗങ്ങൾ ഇതിനകം തന്നെ പ്രതിഷേധത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്പീക്കറുടെ ഈ നടപടിയും വിവാദത്തിലാവുന്നത്. അങ്ങനെ എപ്പോഴും വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് മമതാ ബാനർജിയുടെ സർക്കാർ. അത് ഇപ്പോൾ മാത്രം തുടങ്ങിയതല്ല. ഏത് കാര്യത്തിലും കേന്ദ്ര സർക്കാരുമായിട്ട് പോരടിക്കാൻ അവർ സദാ സജ്ജമാണ്. മാത്രമല്ല, രാഷ്ട്രപതിയുടെ പ്രതിനിധിയായ ഗവർണറുമായി തന്നെ അവർ എത്രയോ കാലമായിട്ട് ഒരസലാണ്. CV ആനന്ദബോസിനെ പോലെ ഒരാൾക്കെതിരെ സ്ത്രീ പീഡന ആരോപണം കെട്ടിച്ചമച്ച് കേസാക്കാൻ പോലും മടിയില്ലാത്ത ഒരു സർക്കാരും പാർട്ടിയുമാണ് അവിടെ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏത് അളവ് വരെയും തറ പരിപാടികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പാർട്ടിയും അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.